വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഫേസിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫങ്ഷന് ഞാൻ പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാനായിട്ട് ഒരുങ്ങാണെങ്കിലും ഞാൻ അങ്ങനെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ലാക്മിയുടെ ബേജ് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. നല്ലതാണ് കേട്ടോ, നല്ല അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കവറേജ് തരുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോപ്പ് ക്രീം, അതായത് ലാക്മിയുടെ തന്നെ ഒരു സ്ട്രോപ്പ് ക്രീമാണ്. നല്ലതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യും. കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ, ഞാനത് ഇത്ര എടുക്കുന്നുള്ളൂ. ഇതും പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുക്കാം, ഇത്രയൊന്നും വേണ്ട. ഇതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. ഇത്രയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ ഞാൻ. ഫേസിന് നല്ലൊരു ഷൈനിങ് തരും ഇത്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇരിക്കണം കേട്ടോ. അത് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ കോമ്പാക്ട് പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രോപ്പ് ക്രീമിൽ ഇത് കുറച്ച് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്ത് കൊടുക്കും മൂക്കിൽ കുറച്ച്, പിന്നെ ഇതിവിടെ. നമ്മുടെ ചീക്കിൻ്റെ ഈ ഭാഗത്തായിട്ടും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഐലൈനറാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഞാനിവിടെ സുഡിയോയുടെ ഒരു ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇത് ട്രാൻസ്ഫർ നമ്മൾ കഴുകിയാൽ പോലും ഇത് പോവില്ല, അത്രയ്ക്കും അടിപൊളി ഒരു ഐലൈനറാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എഴുതാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഒരു മിററിൽ നോക്കി എഴുതാണ് കേട്ടോ. അപ്പോൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇനി താഴെയും കൂടി ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ താഴെയും കൂടി ഒന്ന് എഴുതാണ്. അപ്പോൾ കണ്ണ് താഴെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഐബ്രോയും ഫില്ല് ചെയ്തു. അതിനുശേഷം അടുത്തത് ലിപ്സ്റ്റിക്.
ഫസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക്, ഏത് ലിപ്സ്റ്റിക്കാണെന്ന് വെച്ചാൽ അതെടുക്കും. 2-3 ഷെയ്ഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതിൻ്റെ ഒരു വേറെ വീഡിയോ, ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യില്ല കേട്ടോ, കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ആണ് അപ്ലൈ ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനുള്ള ലിപ്സ്റ്റിക്കാണ്, കുറച്ചെടുത്താൽ മതി. സ്ട്രോബ് ക്രീം നല്ലൊരു സാധനമാണ് കേട്ടോ. അതായത് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തിളങ്ങി നിൽക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫങ്ഷന് പോവുകയാണെങ്കിലും ഞാൻ ഈ മേക്കപ്പ് തന്നെയാണ് ചെയ്യാറ്. ഫങ്ഷന് പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പാണിത്. അല്ലാത്ത കേസുകളിൽ ഇപ്പോൾ ജസ്റ്റ് പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഔട്ടിങ്ങിന് പോവുകയും ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ റെഡി ആവുകയാണെങ്കിലൊക്കെ ഞാൻ ഫൗണ്ടേഷനും സ്ട്രോബ് ക്രീമും സ്കിപ്പ് ചെയ്യും. അതിന് പകരം പൗഡറാണ് യൂസ് ചെയ്യുക കേട്ടോ, ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുക. ബാക്കിയെല്ലാം ചെയ്യും. ഐലൈനർ എഴുതും, ഐബ്രോ ഫില്ല് ചെയ്യും, ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടണം കേട്ടോ, എന്നാലും എനിക്കൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന മേക്കപ്പ്. മിനിമൽ മേക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ.